പ്രിയ സുഹൃത്തുക്കളെ, അമ്മമാർക്കൊരു കൂടൊരുക്കാനായി കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10:30 ഭവനത്തിലെത്തിച്ചേർന്നത്. ഈ 7 ദിവസത്തെ എൻ്റെ യാത്രക്കിടയിൽ എൻ്റെ ജീവിതത്തിൽ മധുരമുള്ളതും കയ്പുള്ളതുമായ അനേകം സംഭവങ്ങൾ നടന്നു. എന്നാൽ കയ്പുള്ളതൊക്കെ ഞാനങ്ങ് മറന്നുകൊണ്ട് മധുരമുള്ളത് മാത്രം ഞാൻ ഓർമ്മയിൽ വെച്ച് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഒരു വ്യക്തി ഫോണിൽ വിളിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ എത്ര വാത്സല്യത്തോടെ, എത്ര സ്നേഹത്തോടെ, ഈ തേനിറ്റിറ്റ് വീഴുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് ഒരു 2 ദിവസം താമസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അവരുടെ സ്വഭാവം. അല്ലെങ്കിൽ ഒരു പകലും ഒരു രാത്രിയും താമസിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും ആ വ്യക്തിക്ക് എത്രത്തോളം നമ്മളടുത്ത് ആത്മാർത്ഥതയുണ്ട്, ഈ പറഞ്ഞ വാക്കുകൾ എത്രത്തോളം ആത്മാർത്ഥതയുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനേ കഴിയും. കാരണം മനുഷ്യർ പലവിധമാണല്ലോ. ഇപ്പം നമുക്ക് ഈ കയ്യിൽ 5 വിരലുണ്ട്, പക്ഷേ 5 വിരലുണ്ടെങ്കിലും 5ഉം 5 ഷേപ്പിലാണ്. നീളം കൂടുതൽ, നീളം കുറവ്, വലിപ്പം കൂടുതൽ, വലിപ്പം കുറവ്. അതുപോലെ ഓരോ മനുഷ്യൻ്റെ സ്വഭാവത്തിലും ഇതേ മാറ്റമുണ്ട്. പിന്നെ ഒത്തിരിയൊക്കെ ബുദ്ധിമുട്ടി. ഒത്തിരി എന്ന് പറഞ്ഞാൽ രാവിലെ കാപ്പി കുടിച്ചും കൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് രാത്രി 9:30 മണി കഴിഞ്ഞപ്പോഴാണ്. അതുവരെയും നല്ല ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ട് വഴി യാത്രയിൽ കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും കഴിച്ചില്ല. പക്ഷേ ഈ ബുദ്ധിമുട്ടൊക്കെ സഹിക്കുമ്പോഴും ഞങ്ങൾക്കൊരു സന്തോഷമുണ്ടായിരുന്നു. എന്തെന്നറിയാമോ? ഒരാൾ 2 ഏക്കർ വസ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സന്തോഷിച്ച് ഒരു 3 സെൻറ്റ് വസ്തു വെച്ച് ഒരു 10-60 പേർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അടുത്തടുത്ത് വീടുകൾ വെച്ച് താമസിക്കുമ്പം അടുത്തടുത്ത് 3 സെൻറ്റ് വസ്തു അടുത്തടുത്ത് ആ 2 ഏക്കറിൽ നിറയെ വീടുകൾ വരും. അവിടെ നിറയെ കൊച്ചു മക്കളൊക്കെ കാണും. എത്ര സന്തോഷമായിരിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ഒരു 10-13 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താണ് ഞങ്ങൾ ആ സ്ഥലത്തെത്തിയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് വസ്തു തരാനും വീട് തരാനും ഒക്കെ അവർ തയ്യാറായിരുന്നു. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങളോ അവിടുത്തെ സ്ഥലമോ അതൊന്നും നമുക്ക് ഒരിക്കലും ശരിയാവുന്നതല്ല. അമ്മമാർക്ക് താമസിക്കാൻ പറ്റിയൊരു ഏരിയ അല്ല അത്. ഇങ്ങനെ കൂട്ടമായിട്ട് ഒത്തിരി പേർ ചെന്ന് താമസിക്കാനും പറ്റിയൊരു സ്ഥലമല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ വേഗത്തിൽ അവിടെ നിന്ന് തിരിച്ചു വരാനിടയായി. വീണ്ടും 10-13 മണിക്കൂർ യാത്ര ചെയ്താണ് തിരിച്ച് ഭവനത്തിലേക്ക് എത്തിയത്. ഇത്രയും യാത്ര ചെയ്യുമ്പോഴും വെയിൽ കൊണ്ടാലും മഴ നനഞ്ഞാലും വിശന്നാലും ദാഹിച്ചാലും ഒത്തിരി സന്തോഷമാണ്. കാരണം നമുക്കൊരു പ്രത്യാശയുണ്ട്, ഈ യാത്രയിൽ നമുക്കൊരു നന്മ ലഭിക്കും, നമുക്ക് ഭവനം പണിയാനുള്ള സാമ്പത്തികം ലഭിക്കും, അത് ഭവനം പണിയാം, അമ്മച്ചിമാരെ കൊണ്ട് നിർത്താം, അവരെ നോക്കാം എന്നൊക്കെ ഓർത്ത് പോയി. എന്നാൽ പലയിടത്തും ചെന്ന് കർത്താവിൻ്റെ വേല ചെയ്തു. അവിടെ നിന്നൊക്കെ ഒത്തിരി സാമ്പത്തികമൊക്കെ ലഭിച്ചു. ദൈവവേല ചെയ്തു. പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ കടന്നു പോയ സ്ഥലത്തൊക്കെ നന്മകളൊക്കെ ലഭിച്ചു. തൃശ്ശൂർ ഞങ്ങളെ വിളിച്ച ആൻറ്റിയും അങ്കിളും കൂടെ 75-71 വയസ്സ് പ്രായമുള്ളവരായി. എന്നിട്ട് പോലും ഞങ്ങൾ അവരെ വീട്ടിലാണ് 3-4 ദിവസം നിന്ന് ഞങ്ങളെ നന്നായിട്ട് നോക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും സ്വന്തം അമ്മയെക്കാളുപരി അപ്പനേക്കാളുപരി ഞങ്ങളെ കെയർ ചെയ്തു. അത് അവരോടുള്ള നന്ദി, സ്നേഹവും കടപ്പാടും ഒന്നും പറഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നന്നായിട്ട് ഞങ്ങളെ നോക്കി. ഒരു പാത്രം പോലും എടുത്ത് കഴുകാൻ സമ്മതിക്കാതെ 4 ദിവസവും ആ അമ്മച്ചി ഞങ്ങളെ സ്നേഹിച്ച് നോക്കി. അപ്പച്ചനും അതുപോലെ തന്നെ. ഒരുപാട് സന്തോഷമായിരുന്നു. തിങ്കളാഴ്ച അവിടെ എത്തിയിട്ട് ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെയാണ് അവിടെ തുടങ്ങി. അതുവരെ അവിടെ നിന്നത് എന്തെന്ന് ചോദിച്ചാൽ ആൻറ്റി ഒത്തിരി സ്ഥലത്തന്നെ പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോയി. അവിടെ നിന്ന് കിട്ടിയ സാമ്പത്തിക നന്മ കൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് യാത്ര ചെയ്ത് പോയ ഭവനങ്ങളിൽ 22 വർഷം കൊണ്ട് തളർന്നു കിടക്കുന്ന ജെപിയുടെ വീട്ടിൽ പോകാനും കാണാനും ആഗ്രഹിച്ചതൊക്കെ ചെയ്യാനും കഴിഞ്ഞു. വിൽസൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ പോകാൻ കഴിഞ്ഞതും മറ്റു പല ഭവനങ്ങളിലും പോയത് അവിടെ നിന്ന് കിട്ടിയ സാമ്പത്തിക നന്മകൾ കൊണ്ടാണ്. ആഗ്രഹിച്ചതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. വീട്ടിൽ വരുമ്പോൾ പൈസ ഒന്നും പിന്നെ കയ്യിലെടുക്കാനുണ്ടായിരുന്നില്ല. ഒരു മീറ്റിങ്ങിന് കടന്നു പോകണം, അതുകൊണ്ട് ബസ്ഫെയറിൻ്റെ പൈസ മാത്രം വെച്ച് ബാക്കി എല്ലാ പൈസയും കിട്ടിയത് ദൈവനാമത്തിൽ കിട്ടിയ പൈസകൾ കൊടുക്കണമെന്ന് വിചാരിച്ചവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നൊരു സന്തോഷം. കാരണം കർത്താവ് പറഞ്ഞ് നിങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന്. എന്തായാലും കർത്താവിൻ്റെ കൃപയാൽ ഒരാഴ്ചത്തെ യാത്ര കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ അമ്മക്കൂടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അമ്മമാരെ വീട്ടിലൊക്കെ പോയി. ഇനിയും ചെല്ലുമെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ചെല്ലാൻ കഴിയാത്തൊരു ഭവനമുണ്ട്.
ഇനി അതുപോലെ പല വീടുകളുണ്ട്. എല്ലാ ജില്ലകളിലും അമ്മച്ചിമാർ വിളിക്കുന്നു, പോകണം. അതിനൊക്കെ നമുക്ക് പൈസ ആവശ്യമുണ്ട്. അതെല്ലാം ദൈവം തരും. ഇന്ന് ഞാൻ കുറേ സ്ഥലങ്ങളിൽ ട്രാക്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ചേച്ചിയും വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു വിശ്രമ റൂമിലിരുന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നല്ല മനസ്സുള്ളവർ ഒരു ദിവസത്തെ നിങ്ങൾ ജോലി ചെയ്യുന്ന കൂലി, ഒരു ദിവസത്തെ കൂലി അത് നിങ്ങളെൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ നിശ്ചയമായും 6 മാസത്തിനകത്ത് അമ്മകൾക്കുള്ള വീട് വയ്ക്കാൻ കഴിയും. അവർ സുരക്ഷിതരായിട്ട് ഞാൻ അവരെ നോക്കുകയും അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ നിശ്ചയമായും എൻ്റെ കൂടെ ചേരുക. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. തള്ളിക്കളയുന്നവരെ ചേർത്തണയ്ക്കാൻ. ഈ ലോകത്ത് നമുക്ക് ഒന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല. നമ്മൾ ഇവിടുത്തെ ഒരു വാടകക്കാർ മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അതിനായി പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.